ഹലോ, സുഖമാണോ? നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിരിക്കുമ്പോൾ ചിലർ ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഈ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സ്വന്തമായിട്ട് ട്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ എന്താണ് പറയുന്നത്, നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ വാക്കുകളിലാണ്. പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ, വാക്കുകൾ കൊണ്ട് ഒരാളെ വളർത്താനും കഴിയും തളർത്താനും കഴിയും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഉദാഹരണത്തിന് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, ഇതിലേതെങ്കിലും ഒരു ഏരിയ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഏരിയയെക്കുറിച്ച് നമ്മൾ നിരന്തരമായി പറയുന്ന വാക്കുകൾക്ക് അതിപ്രധാനമായ പങ്കുകളുണ്ട്. നമ്മുടെ ഈ മേഖലകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആവർത്തിച്ചു പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയും അത് പറയുകയും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് എത്തുന്നു. എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്നല്ലേ? നമ്മൾ പല ബുക്കുകളും നമ്മൾ പല വീഡിയോകളിലും കേട്ടിട്ടുള്ളതെല്ലാം അങ്ങനെ. അത് സത്യം തന്നെയാണ്. നമ്മുടെ ചിന്തകൾ പക്ഷേ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? വാക്കുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പണത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ പറയുന്നത് എന്താ? എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഇത് തന്നെ ആവർത്തിച്ച് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ ഇത് തന്നെ പറയുന്നുണ്ട്. നമ്മൾ കടയിൽ പോയാലോ കുറച്ച് വിലയുള്ള സാധനം കണ്ടാലോ, ഇതെനിക്ക് പറ്റത്തേ ഇല്ല, കാരണം എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല. പക്ഷെ പിന്നെ മേടിക്കാമെന്നല്ല, ഇതൊരു സെറ്റാകത്തില്ല എനിക്കെന്ന്. അതേപോലെ ചില അമ്മമാർക്കല്ല, ചിലർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ആ അസുഖം വരുന്നത് ആസ്വദിച്ച രീതി പറയും. ഞാൻ അങ്ങോട്ട് നടന്ന സമയത്ത് എൻ്റെ കാലൊന്ന് ഉളുക്കി, അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് വേദന വന്നത്, പിന്നെ ആ വേദന ഇങ്ങനെയായി, ലാസ്റ്റ് കാലൊടിഞ്ഞ കഥ വരെ അവർ ആസ്വദിച്ച് പറയുമ്പോൾ എന്താ, അവർക്ക് നാളെയും അടുത്ത ദിവസങ്ങളിലും അവരുടെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസാണ് വരാൻ പോകുന്നത്. ആ വേദനകൾ കൂടത്തേ ഉള്ളൂ. ചില ഹസ്ബൻഡും വൈഫും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയട്ടെ, അവർ തമ്മിൽ ഭയങ്കരമായിട്ട് അടിയിട്ടിട്ട് ആ വഴക്കെല്ലാം അടുത്ത ആളോട് ചെന്ന് ഷെയർ ചെയ്യുമ്പം ഈ ഷെയർ ചെയ്യുന്ന ആൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമല്ലോ, കൂടുതലും പറയുന്ന ആളെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഐഡിയാസോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയും, എനിക്കിത് തോന്നിയില്ലോ എന്ന് പറയും. ഇതുകൂടെ ചേർത്ത് പിന്നെയും ഹസ്ബൻഡും വൈഫോട് അടിയാവും. അങ്ങനെ നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും നമ്മുടെ ഈ നെഗറ്റീവ് വേർഡ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തകർച്ചയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണ്ടേ? ഇതിൻ്റെ റുട്ടീനെ, ഇതിൻ്റെ പാറ്റേണെ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? നമ്മുടെ വാക്കുകളെ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ മതി. നമുക്ക് അബണ്ടൻസിലേക്ക് എത്താൻ കഴിയും. നമുക്ക് എന്തും നേടാൻ, നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് നേടാൻ കഴിയും. ഇപ്പോൾ ഒരു വീടാട്ടെ, മനോഹരമായൊരു വീട്, അല്ലെ വലിയൊരു കാറ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? ഇതെനിക്ക് അഫോർഡബിൾ അല്ല, ഇതൊക്കെ അങ്ങ് പണക്കാർക്കുള്ളത്. അതങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഇത് നമുക്ക് അഫോർഡബിളാണ്, എനിക്കിത് ബൈ ചെയ്യാൻ പറ്റും. അതിനെ സ്നേഹത്തോട് നോക്കിയിട്ട് ഇത് ആരുടെയോ ഡ്രീം കാറാണ്, എനിക്കും ഇതേപോലെ ഒരു ഡ്രീം കാർ വാങ്ങണം, ഞാനിത് വാങ്ങുക തന്നെ ചെയ്യും. ഇത് നിരന്തരമായി നമ്മുടെ മനസ്സിനോട് പറയുകയും അതിനുള്ള ആക്ഷൻ വരികയും ഫൈനലി നമ്മുടെ യൂണിവേഴ്സ് നമുക്കത് തരികയും ചെയ്യും. അതുപോലെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഐ ആം പെർഫെക്റ്റ്ലി ഹെൽത്തി, ഞാൻ ആരോഗ്യവതിയാണ്. അത് 24 മണിക്കൂർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടവരാണെങ്കിൽ നമ്മളൊരു പേപ്പറിൽ നമ്മൾ കാണുന്ന രീതിയിൽ കിടക്കയിൽ എഴുതി വെക്കണം, ഐ എം പെർഫെക്റ്റ്ലി ഹെൽത്തി, അനുനിമിഷം എൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ എപ്പോഴും നമ്മൾ ആ അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം മെല്ലെ മെല്ലെ ഇമ്പ്രൂവായി നമ്മൾ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, വൈഫും ഹസ്ബൻഡും തമ്മിൽ, അനുനിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന് നന്ദി എന്ന അഫർമേഷൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ല നമ്മൾ മോശമായ വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് ആ ബന്ധത്തെ എന്നേക്കുമായി ഇല്ലാതാക്കല്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കുറയ്ക്കുക. സൈലൻറ്റ് കീപ്പ് ചെയ്യേണ്ടടുത്ത് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ. വാക്കുകൾക്ക് വാളിനേക്കാൾ ശക്തിയുണ്ട്. നമ്മുടെ വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. സോ ഇന്നു മുതൽ വാക്കുകൾ ചെറിയൊരു ചേഞ്ച്, ഇല്ല, വേണ്ട, നെഗറ്റീവ്സ് വാക്കുകളൊക്കെ മാറ്റിയിട്ട് എല്ലാം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള പല വാക്കുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്ക് വരുന്ന മാറ്റങ്ങൾ പതുക്കെ നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബി ദ ലൈറ്റ്.